വാർത്തകളിലേക്ക് വിശദമായി. സിൽവർ ലൈൻ സങ്കീർണമെന്ന് കേന്ദ്രം. സിൽവർ ലൈൻ പദ്ധതി സങ്കീർണമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പദ്ധതിക്ക് അനുമതി നൽകിയിട്ടില്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിക്ക് മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ ചെലവ് വരുമെന്നും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. सिल्वर लाइन की बात आई. सिल्वर लाइन प्रोजेक्ट अध्यक्ष जी केरला का एक बहुत ही कॉम्प्लेक्स प्रोजेक्ट है और मैं बहुत ही जिम्मेदारी के साथ यहाँ पे कहना चाहता हूँ कि किसी भी 63,000 करोड़ के प्रोजेक्ट, 63,000 करोड़ का स्टेट गवर्नमेंट का एस्टिमेट है, लेकिन हमें लगता है कि 1 लाख करोड़ से ऊपर जाएगा. वो 200 किलोमीटर पर आवर की स्पीड के हिसाब से बनाया गया है और इंटर ऑपरेबल नहीं है, यानी उन ट्रैक्स पे दूसरी ट्रेन्स नहीं चल सकती. उसको स्टैंडर्ड गेज के हिसाब से बनाया जा रहा है, तो स्टैंडर्ड गेज पे ब्रॉड गेज की गाड़ी नहीं चल सकती. और भी कई सारे टेक्निकल प्रॉब्लम्स हैं, तो उन सब प्रॉब्लम्स को और इकोलॉजिकल इश्यूज भी हैं, एनवायरमेंटल इश्यूज भी हैं, पब्लिक का भी एक बहुत सीरियस एजिटेशन है. मेरा निवेदन है मेरे केरल से आए हुए, चाहे इधर के हो या इधर के हो, सभी भाइयों से मेरा एक ही निवेदन है कि सभी मान्यवर सांसदों से ये एक ही निवेदन है कि इसको संवेदना के साथ सिस्टमेटिकली एक बहुत ही सही तरीके से सोच समझ के आगे ले जाना चाहिए. इसमें कोई जल्दबाजी न करें, पर जो भी फैसला होगा वो फेयर डिसीजन होगा. ऐसा मेरा आप सबसे निवेदन है कि इसमें कहीं पर आप मन में कोई डाउट न लाए. एक फैसला फेयर होगा, अच्छा फैसला होगा जो केरल के हित में होगा. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി പ്രതീക്ഷ കാണുമ്പോഴാണ് റെയിൽവേ മന്ത്രിയുടെ ഈ വാക്കുകൾ സഭയിൽ വരുന്നത്. പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്ന പദ്ധതി സംബന്ധിച്ച ആശങ്കകൾ ഒരു പരിധിവരെ ശരിവെക്കുകയാണോ കേന്ദ്രം? രേണുക, റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ചർച്ച നടന്നിരുന്നു. ആ സമയത്ത് ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ഉള്ളവർ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള മറുപടിയിലാണ് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിലെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിട്ടുള്ളത്. അത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് എന്നതാണ് വസ്തുത. എന്തായാലും പദ്ധതി എന്നത് അതീവ സങ്കീർണമാണ് എന്നാണ് അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, സാമൂഹികമായും പരിസ്ഥിതിപരമായും ഒട്ടേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് നിലവിൽ അനുമതി നൽകിയിട്ടില്ല. പദ്ധതിക്ക് എളുപ്പത്തിൽ അനുമതി ലഭ്യമാകില്ല എന്നുള്ള സൂചന കൂടിയാണ് അശ്വിനി വൈഷ്ണവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിലവിൽ തന്നെ ഒട്ടേറെ പരാതികളും ആരോപണങ്ങളും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ അശ്വിനി വൈഷ്ണവിന്റെ മറുപടി വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. രേണുക സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഏതാണ്ട് പദ്ധതിക്ക് അനുമതി ലഭിക്കുന്നതിനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് എന്നും അത്തരം പ്രതീക്ഷയാണുള്ളത് എന്നുമാണ്. മാത്രവുമല്ല, ഈ 60,000 കോടിക്ക് മുകളിൽ ആണ് ഇപ്പോൾ ചെലവ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് എങ്കിൽ 1 ലക്ഷം കോടിക്ക് മുകളിലേക്ക് ഏതാണ്ട് ഇരട്ടിയോളം തുക ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ആവശ്യമായി വരും എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത്. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. സിൽവർ ലൈൻ പദ്ധതിക്ക് ഉടൻ കേന്ദ്രാനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. സിൽവർ ലൈൻ പദ്ധതിയോട് പ്രധാനമന്ത്രിക്ക് അനുഭാവപൂർണമായ സമീപനമാണുള്ളത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെ സിൽവർ ലൈൻ പാത കടന്നുപോകുന്നില്ല. ഒരാളെയും ദ്രോഹിച്ചുകൊണ്ട് പദ്ധതി നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്ക് ഉടൻ കേന്ദ്രാനുമതി ലഭിക്കുമെന്നും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കേന്ദ്രാനുമതി വേഗത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതിയോട് പ്രധാനമന്ത്രിക്ക് അനുഭാവപൂർണമായ സമീപനമായിരുന്നു. പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അത്രയും തുറന്ന മനസ്സോടെയാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ പൂർത്തിയാക്കേണ്ടതിന്റെ കാര്യം, അതിന്റെ എല്ലാം ഒരുപാട് വിശദാംശങ്ങളിലേക്ക് കടന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടും അതിൽ അദ്ദേഹം പ്രകടിപ്പിച്ചതായി കണ്ടില്ല. റെയിൽവേ മന്ത്രിയുമായി അനൌദ്യോഗികമായും ചർച്ച നടത്തി. ഗതാഗതം സുഗമമാക്കാനുള്ള എല്ലാ മാർഗവും സംസ്ഥാന സർക്കാർ തേടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിൽവർ ലൈൻ. ഗതാഗതം സുഗമമാക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും സംസ്ഥാന സർക്കാർ
ആരായുകയാണ്. അവയിൽ പ്രധാനപ്പെട്ടതാണ് സിൽവർ ലൈൻ. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെ പാത കടന്നുപോകുന്നില്ല. സാമൂഹിക ആഘാത പഠനം നടത്തുന്നതിനുള്ള സർവേയാണ് ഇപ്പോൾ നടക്കുന്നത്. സാമൂഹിക ആഘാത പഠനം നടത്താൻ വേണ്ടിയുള്ള സർവേയാണ് ഇപ്പോൾ നടക്കുന്നത്. ആരുടെയൊക്കെ ഭൂമിയും വീടും നഷ്ടപ്പെടുമെന്നുകൂടി ഇതിലൂടെയാണ് കണ്ടെത്താനാവുക. അപ്പോൾ ഈ സർവേ കൊണ്ട് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കില്ല. ഒരാളെയും ദ്രോഹിച്ചുകൊണ്ട് പദ്ധതി നടപ്പാക്കില്ല. ഭൂമിയും വീടും നഷ്ടമാകുന്നവർക്ക് പുനരധിവാസവും ജീവിതോപാധിയും ഉറപ്പാക്കും. ഒരാളെയും ദ്രോഹിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കില്ല എന്നതാണ്. ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂമിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകും. ഈ പദ്ധതി കാരണം ഒരാൾ പോലും കിടപ്പാടമില്ലാത്തവരായി മാറില്ല. വികസനം തടയാൻ പ്രതിപക്ഷം വ്യാജ ആരോപണങ്ങൾ നടത്തുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വിചിത്ര സഖ്യമാണുള്ളത്. ചില മാധ്യമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അലൈൻമെന്റിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതി അട്ടിമറിക്കാൻ ഒരു മറയുമില്ലാതെ പ്രതിപക്ഷം രംഗത്തിറങ്ങുകയാണ്. വ്യാജ പ്രചാരണമാണ് ഇതിനുവേണ്ടി നടത്തുന്നത്. അതിനായി ഒരു വിചിത്ര സഖ്യം തന്നെ കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു. ന്യൂസ് 18 ഡൽഹി. കെ സുധാകരന്റെ മുഖ്യമന്ത്രിയുടെ മറുപടി: എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ദുഷ്ട മനസ്സുകളുണ്ട്. ഭരണത്തിൽ ഞങ്ങളായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസരമെന്നാണ് ചിന്ത. ഞങ്ങളെ ജനങ്ങൾക്കറിയാമെന്നും കെ സുധാകരൻ ഉന്നയിച്ച അഴിമതി ആരോപണം സംബന്ധിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. എല്ലാവരും അല്ല, ചില എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ചില ദുഷ്ട മനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ അവരുടേതായ ചില അനുഭവമുണ്ട്. എന്ത് കിട്ടിയാലും കുറച്ചിങ്ങ് പോരട്ടെ എന്ന് വിചാരിക്കുന്നു. ഒരവസരമായിപ്പോയി, കുറച്ച് സമ്പാദിച്ചാടിയ, എന്റെ കീശ ഒന്ന് വീർപ്പിച്ചാടിയ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു മനസ്സുകാർക്ക് എന്ത് കണ്ടാലും ഇതൊരു ഞങ്ങളാണെങ്കിൽ എന്തായിരുന്നു അവസരം എന്ന് കണക്കൂട്ടിയിട്ടാണ് മറ്റുള്ളവരും അങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പറയുന്നത്. അതിനൊന്നുമല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളെ നാട്ടിലറിയാം, ജനങ്ങൾക്കറിയാം. ആ വിശ്വാസം ഞങ്ങൾക്ക് ജനങ്ങളെക്കുറിച്ചുണ്ട്, ജനങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചുമുണ്ട്. സിൽവർ ലൈൻ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം പഴയ കാര്യങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രധാനമന്ത്രിയെ കണ്ട ശേഷവും അദ്ദേഹത്തിന് പുതുതായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. DPRലെ അവ്യക്തത അതേപടി നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി അബദ്ധ പ്രസ്താവനകൾ ആവർത്തിക്കുകയാണ്. സിൽവർ ലൈനിൽ കേന്ദ്രവും കേരളവും ഒത്തുതീർപ്പിനൊരുങ്ങുന്നു. ഇടനിലക്കാരെ വെച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും സതീശൻ ആരോപിച്ചു. പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും മുഖ്യമന്ത്രി തെറ്റായ പ്രചാരണം നടത്തുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ജനപിന്തുണയുണ്ടെന്ന് വരുത്താനുള്ള PR പരിപാടിയുടെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രിയുടെ പേരിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമം. എല്ലാ മന്ത്രിമാരോടും പ്രധാനമന്ത്രിക്ക് ഒരേ സമീപനമാണ്. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രം ഒരു അനുമതിയും നൽകിയിട്ടില്ല. റെയിൽവേ മന്ത്രിയോട് സംസാരിക്കാമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ UDF MPമാരെ കയ്യേറ്റം ചെയ്ത് ഡൽഹി പോലീസ്. ഹൈബി ഈഡൻ MPയുടെ മുഖത്തടിച്ചെന്നും മറ്റുള്ളവരെ പിടിച്ചു തള്ളിയെന്നും MPമാർ ആരോപിച്ചു. സ്ത്രീ എന്ന പരിഗണന നൽകാതെ പുരുഷ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് രമ്യ ഹരിദാസ് കുറ്റപ്പെടുത്തി. MPമാരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ഡൽഹി പോലീസ് കമ്മീഷണറെ വിളിച്ചുവരുത്തി വിശദീകരണം തേടുമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ. വിഷയം കോൺഗ്രസ് MPമാർ ഉന്നയിച്ചപ്പോഴാണ് സഭാധ്യക്ഷൻ ഈ ഉറപ്പു നൽകിയത്. ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ എന്നിവരും രാജ്യസഭയിൽ KC വേണുഗോപാലുമാണ് വിഷയം ഉന്നയിച്ചത്. ഡൽഹിയിൽ MPമാർക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തെ അപലപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിക്രൂരമായ ആക്രമണമാണ് MPമാർക്ക് നേരെ ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സതീശൻ ആരോപിച്ചു. UDF MPമാർക്ക് എതിരെ നടന്ന പോലീസിന്റെ ആക്രമണം ക്രൂരവും ദൗർഭാഗ്യകരവുമാണ്. ജനാധിപത്യത്തെ പാർലമെന്റ് വളപ്പിന് മുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സിൽവർ ലൈനിനെതിരെ സംസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം. കോട്ടയം നട്ടാശ്ശേരിയിൽ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഇന്നും തടഞ്ഞു. എറണാകുളം മണിയുടെ പുത്തൻമടയിൽ പ്രതിഷേധത്തെ തുടർന്ന് സർവേ നിർത്തിവെച്ചു. കോഴിക്കോടും തൃശൂരും യൂത്ത് കോൺഗ്രസ് സമരത്തിൽ സംഘർഷമുണ്ടായി. എറണാകുളം ചോറ്റാനിക്കരയിൽ സർവേ തടയാൻ നാട്ടുകാർ തടിച്ചുകൂടിയെങ്കിലും ഉദ്യോഗസ്ഥരെത്തിയില്ല. കോട്ടയം നട്ടാശ്ശേരിയിൽ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഇന്നും തടഞ്ഞു. നട്ടാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ച 100 പേർക്കെതിരെ പോലീസ് കേസെടുത്തു.
എറണാകുളം മണിയുടെ പുത്തൻമടയിൽ പ്രതിഷേധത്തെ തുടർന്ന് സർവേ നിർത്തിവെച്ചു. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകർ പ്രതീകാത്മക കല്ല് സ്ഥാപിച്ചു. തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. കേരയിൽ വേണ്ട കേരളം വേണമെന്ന മുദ്രാവാക്യമുയർത്തിയുള്ള സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ സമരജാഥ സമാപനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മേധാ പട്കർ ഉദ്ഘാടനം ചെയ്തു. What matters is the continuity of life. What matters is the community life that can only decide what is really truthful, simplistic, self-reliant and sustainable just path of development. ജനങ്ങൾക്ക് വേണ്ടി പദ്ധതി പിൻവലിക്കുന്നതിൽ അപമാനം കാണേണ്ട കാര്യമില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇത് കേരള ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള വിളിയാണ്, അതൊരു സംശയവുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനകത്ത് ഉയർത്തിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് വരാൻ തയ്യാറാകണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൌസിന് മുന്നിൽ കല്ല് നാട്ടി BJP. പോലീസിനെ കബളിപ്പിച്ച് കല്ല് നാട്ടിയെന്ന് ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് പറഞ്ഞു. യുവമോർച്ച പ്രവർത്തകരാണ് ക്ലിഫ് ഹൌസിന് മുന്നിൽ കല്ല് നാട്ടിയത്. പ്രതിഷേധ യാത്രയായി കൊണ്ടുവന്ന കല്ലുകൾ മന്ത്രിമന്ദിരങ്ങൾക്ക് മുന്നിലും തിരുവനന്തപുരത്തെ ഇടത് MLAയുടെ വീടിന് മുന്നിലും സ്ഥാപിക്കുമെന്നും രാജേഷ് പറഞ്ഞു. അതേസമയം കല്ല് നാട്ടിയത് ക്ലിഫ് ഹൌസിനകത്തല്ലെന്നും പുറത്തുള്ള കെട്ടിടത്തിന് സമീപത്തെന്നും പോലീസ് വിശദമാക്കി. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെയാണ് കല്ല് സ്ഥാപിച്ച വസ്തുവിലേക്ക് പ്രതിഷേധക്കാർ കടന്നതെന്നും പോലീസ് അറിയിച്ചു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്തപരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പാലക്കാട് ജില്ലാ ജഡ്ജി കലാം പാഷയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ജില്ലാ ജഡ്ജിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രതിഷേധിച്ചു. പാലക്കാട്ടെ കലാകാരന്മാരുടെ കൂട്ടായ്മയും പ്രതിഷേധ മാർച്ച് നടത്തി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി VN വാസവൻ. ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്തം പാലക്കാട് തടസ്സപ്പെടുത്തിയ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. സംഭവം ഗൌരവമുള്ളതാണെന്നും വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. പ്രബുദ്ധ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് നീന പ്രസാദിനെതിരെ ഉണ്ടായതെന്ന് മന്ത്രി R ബിന്ദു ന്യൂസ് 18നോട് പ്രതികരിച്ചു. നീന പ്രസാദിന്റെ നൃത്തം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ KSUവിന്റെ നേതൃത്വത്തിൽ പാലക്കാട് പ്രതിഷേധ മോഹിനിയാട്ടം നടന്നു. കളക്ടറേറ്റിന് മുന്നിലാണ് വേറിട്ട സമരം നടന്നത്. മോയിൻ LP സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ ജഡ്ജി ഇടപെട്ട് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് KSU വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് മലമ്പുഴ നിയോജക മണ്ഡലം ഭാരവാഹി സുരഭി ഉണ്ണികൃഷ്ണനാണ് പ്രതിഷേധ മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. നടൻ വിനായകന്റെ സ്ത്രീവിരുദ്ധ പരാമർശം വിവാദമാകുമ്പോൾ വാർത്താസമ്മേളനത്തിനിടെ സംഭവിച്ചത് എന്തെന്ന് വിശദീകരിക്കുകയാണ് ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് MS അനീഷ് കുമാർ. മാധ്യമപ്രവർത്തനത്തിന്റെ മാന്യതയും നൈതികതയും കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടി വന്നതിനാലാണ് കടുത്ത പരാമർശങ്ങൾക്ക് പോലും അതേ നാണയത്തിൽ മറുപടി പറയാതിരുന്നതെന്ന് അനീഷ് പറയുന്നു. വിനായകൻ സംസാരിക്കുന്ന അതേ രീതിയിൽ നമുക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ നിന്ന് ഈ ചർച്ചകളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം വിനായകനോടുള്ള മറുപടികൾ നിർത്തിയത്. വിനായകനോട് സംസാരിക്കാനുള്ളത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആ മുൻവശത്തിരുന്ന പെൺകുട്ടികളടക്കമുള്ളവരും ആ സമയത്ത് പെട്ടെന്ന് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ ഒരു അമ്പരപ്പിലായി പോയി എന്നാണ് പിന്നീട് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അവർക്കൊക്കെ എന്ത് ചെയ്യണം എന്നൊരു പിടി പെട്ടെന്ന് കിട്ടിയില്ല. ഇയാളോട് ഇനിയും കൂടുതൽ സംസാരിച്ചാൽ എന്തെങ്കിലും അനിയന്ത്രിതമായ
മോശമായ രീതിയിലുള്ള സംഭാഷണം വീണ്ടും വരുമോ എന്ന് അറിയില്ല. നമുക്കൊക്കെയായാലും ഒരു മനുഷ്യ സഹജമായ വികാരങ്ങളൊക്കെ വരും. സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടു എന്തുകൊണ്ട് വിനായകന് അടി കൊടുത്തില്ല, അല്ലെങ്കിൽ അയാളെ എന്തുകൊണ്ട് തെറി വിളിച്ചില്ല എന്നൊക്കെ വരുമ്പോൾ നമുക്കറിയാം, നമ്മളൊരിക്കലും ഈ ഇത്തരം വേദികളിൽ നമ്മളോട് പലപ്പോഴും പലരും ഈ മോശമായ രീതിയിൽ സംസാരിക്കാറുണ്ട്, തെറി വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടെങ്കിലും നമ്മൾ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ച് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവാറില്ല. അത്തരമൊരു കാര്യം കൊണ്ട് തന്നെയാണ് നമ്മൾ പൂർണ്ണമായും അയാൾ സംസാരിക്കുന്ന അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കാൻ പര്യാപ്തമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് പിന്നീട് കാര്യമായി സംസാരിക്കാൻ കഴിയാത്തത്. തൃശൂർ ചേർപ്പിൽ സഹോദരനെ കൊന്നു കുഴിച്ചുമൂടി. ബാബു എന്ന യുവാവിനെയാണ് സഹോദരൻ സാബു കൊലപ്പെടുത്തിയത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ 15-ന് രാത്രി മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കൊല നടത്തിയ ശേഷം സമീപത്തെ പറമ്പിലാണ് മൃതദേഹം കുഴിച്ചിട്ടത്. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ക്യാമ്പസിൽ ബൈക്ക് കാർ റേസിംഗിനിടെ അപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സമീപത്തെ സ്കൂളിലെ +2 വിദ്യാർത്ഥികളുടെ യാത്രയയപ്പിനോടനുബന്ധിച്ചാണ് റേസിംഗ് നടന്നത്. 22-ാം തീയതിയായിരുന്നു യാത്രയയപ്പ്. ഇതിനോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികൾ കാറുകളിലും ബൈക്കുകളിലും ഗ്രൗണ്ടിലെത്തിയത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. പാകിസ്ഥാനിലെ വിമത എംപിമാരെ അയോഗ്യരാക്കണമെന്ന പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അപേക്ഷയിൽ പാക് സുപ്രീംകോടതി നാളെ വിധി പറയും. കേസ് ഇന്ന് പരിഗണിച്ച കോടതി വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇമ്രാൻഖാനെതിരായ ഐക്യപ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ ദേശീയ അസംബ്ലി നാളെ ചേരും. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്താൽ 3 ദിവസത്തിന് ശേഷമാകും വോട്ടെടുപ്പ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുന്നു.